വടൂക്കര 41ാം ഡിവിഷനിൽ ബിജെപിയുടെ റിബൽ സ്ഥാനാർത്ഥിയായി CR സുജിത് കുമാർ മത്സരരംഗത്ത്. പ്രാദേശിക വികാരം കണക്കിലെടുക്കാതെയാണ് NDA സ്ഥാനാർത്ഥിയായി സദാനന്ദൻ വാഴപ്പുള്ളിയെ നിയമിച്ചതെന്ന് ആരോപണം. തൃശൂർ കോർപ്പറേഷനിലെ 41ാം ഡിവിഷനായ വടൂക്കരയിലാണ് NDA സ്ഥാനാർത്ഥിയായ സദാനന്ദൻ വാഴപ്പുള്ളിക്കെതിരെ BJP പ്രവർത്തകനായ CR സുജിത് കുമാർ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. നേരത്തെ 40ാം ഡിവിഷനായിരുന്ന ഇവിടെ കോൺഗ്രസ് കൌൺസിലറായി മത്സരിച്ച് ജയിച്ച സദാനന്ദൻ വാഴപ്പുള്ളി NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ട പ്രകാരമാണ് മത്സരിക്കുന്നതെന്ന് സുജിത് കുമാർ പറഞ്ഞു. 20 വർഷത്തോളം പാർട്ടിയെ വളർത്തുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സുജിത് കുമാർ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാതെയാണ് പത്മജ വേണുഗോപാലിന്റെ നോമിനിയായി 2 മാസം മുൻപ് മാത്രം പാർട്ടിയിൽ ചേർന്ന സദാനന്ദൻ വാഴപ്പുള്ളിക്ക് സീറ്റ് നൽകിയതെന്ന് പ്രവർത്തകർ പറയുന്നു. പ്രാദേശിക പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകരുടെ തീരുമാനപ്രകാരം മത്സരിക്കാൻ തയ്യാറായതെന്ന് CR സുജിത് കുമാർ പറഞ്ഞു. 15 വർഷം 20 വർഷമായിട്ട് സജീവമായിട്ട് നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് നല്ല രീതിയിൽ BJPക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം വർഗീയത, ഇവിടെ ന്യൂനപക്ഷം സംവിധാനം നല്ല രീതിയിലുള്ളതാണ്. ക്രിസ്ത്യൻ വോട്ടായാലും മുസ്ലിം വോട്ടായാലും നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ 1570 വോട്ടിലെത്തിയാണ് പാർട്ടി 1ാം സ്ഥാനത്ത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ. ഇത്രത്തോളം എത്താനായിട്ട് ഈ കാണുന്ന ചെറുപ്പക്കാരെ എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി വലുതായി, പാർട്ടിയിൽ വോട്ടായി എന്ന് പറഞ്ഞപ്പോൾ ഈ 1570 വോട്ടാക്കാൻ പ്രവർത്തിച്ച പ്രവർത്തകരെ വാക്കിന് വലിയില്ല. പകരം അത് കണ്ടുവന്ന മറ്റു പാർട്ടിയിൽ നിന്ന് ചാടി വന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ പിടിച്ചിവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ പ്രവർത്തകർക്ക് എല്ലാവർക്കും മാനസിക വിഷമമായി. എല്ലാവരും മാറി നിൽക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് ആദ്യം എത്തി. പിന്നെ എല്ലാവരും പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് മത്സരിക്കാം. ഇത്ര കാലം പാർട്ടിക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്ത് നമ്മളായതുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. ടാക്സി ഡ്രൈവറും നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായിരുന്ന സുജിത് കുമാർ കഴിഞ്ഞ 1.5 വർഷമായി സജീവ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ.